ഹലോ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് കഥ പറയാനോ അല്ലെങ്കിൽ കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടോ ഒന്നല്ല കേട്ടോ വന്നിട്ടുള്ളത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞങ്ങളുടെ അവിടെയുള്ള ഒരു പൂച്ചയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇവളുടെ വീഡിയോ ഞാൻ മുമ്പും ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൾക്ക് ഇതേവരെ കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടാവണതൊക്കെ എല്ലാ പ്രാവശ്യവും കുട്ടികളൊക്കെ ചത്തു പോവുകയാണ്. ഇവളിപ്പോൾ ഒരു 3 കൊല്ലമായിട്ടുണ്ട് കേട്ടോ പ്രസവിച്ചു തുടങ്ങിയിട്ട്. ഒരു 5-6 മാസം കൂടുമ്പോൾ ഒക്കെ പ്രസവിക്കും. പക്ഷേ ഇതേവരെ അവൾക്കൊരു കുഞ്ഞൻ പോലും ഉണ്ടായിട്ടില്ല. ഇതേവരെ പാൽ കൊടുക്കാനായിട്ട് ഇതുപോലെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം മാത്രമാണ് കേട്ടോ 2 കുട്ടികളുണ്ടായത്. എന്താണെന്ന് വിചാരിച്ചാൽ ഈ ആൺകുട്ടികൾ പൂച്ചക്കുട്ടികളെ ഉണ്ടാവണമെന്ന് വിചാരിച്ചാൽ ഈ കണ്ടം പൂച്ചകളൊക്കെ കടിച്ചു കൊല്ലും. ഇപ്രാവശ്യം ഉണ്ടായിരുന്നത് 2 പെൺകുട്ടികളാണ്. അത് കാരണം വലിയ കണ്ടം പൂച്ചകൾ കുട്ടികളെ കടിച്ചു കൊന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഇപ്പോൾ ഈ ഒരെണ്ണം ഉള്ളൂ കേട്ടോ അവിടെ. അപ്പോൾ 2 കുട്ടിയുണ്ട് കേട്ടോ അവൾക്ക്. ഒരെണ്ണം എന്നെ കണ്ടപ്പോൾ എവിടെയോ ഒളിച്ചിരിക്കുക, അപ്പുറത്ത് പോയി ഒളിച്ചിരിക്കുക. ഈ കുട്ടി മാത്രം വന്ന് സാമർത്ഥ്യം കാട്ടി എപ്പോഴും പാല് കുടിക്കും. ഇവിടെ എനിക്ക് ആദ്യമൊക്കെ പൂച്ചേനെ നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. എൻ്റെ കിടക്കേമ കിടന്ന് ഉറങ്ങാറുണ്ട്, എൻ്റെ മേലൊക്കെ കിടന്ന് ഉറങ്ങാറുണ്ട്. ഇവിടെ ഇപ്പോൾ കുട്ടി ഉണ്ടായേ പിന്നെ ഇവിടെ അകത്തേക്കൊന്നും കയറ്റാറില്ല. അവൾ പിടിച്ച് ചിലപ്പോൾ ഉപദ്രവിക്കുക എന്തെങ്കിലും ചെയ്യും. അപ്പോൾ പൂച്ച അങ്ങനെ മാന്തി കഴിഞ്ഞാൽ പ്രശ്നമാവില്ല എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അകത്തേക്കൊന്നും കയറ്റില്ല. എന്നാൽ ഇടയ്ക്ക് പാലിൻ്റെ മണമൊക്കെ വരുമ്പോൾ അവൾ അടുക്കളയിലേക്ക് വരും കേട്ടോ. എന്നാലും എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ളതൊക്കെ അവൾ പുറത്തൊരു പാത്രം വെച്ചിട്ടുണ്ട്, അതിൽ മാത്രമേ അവൾക്ക് ഇട്ട് കൊടുക്കുള്ളൂ. അകത്തേക്ക് അങ്ങനെ കയറ്റില്ല. ഇങ്ങനത്തെ കൊച്ചു കുട്ടികളുടെ കളിയൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. നമുക്ക് സമയം പോകണമെന്ന് അറിയില്ല. പിന്നെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ദുഃഖങ്ങളോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കളി കണ്ടിരുന്നാൽ മതിയൊക്കെ പോകും. കൊച്ചു പൂച്ചക്കുട്ടികൾ അങ്ങനെയാണ്, ചെറിയ മനുഷ്യൻ കുഞ്ഞുങ്ങളെ പോലെ തന്നെ അവരുടെ കളി. ഒരു കഷ്ണം കടലാസോ എന്തെങ്കിലും ചുരുട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് എടുത്ത് കടിച്ച് ചാടി കളിച്ച് കുറേ നേരം അവിടെ അങ്ങനെ കളിക്കണമെന്ന് കാണാമായിരുന്നു. ആദ്യമായിട്ടാണ് അവൾക്ക് 2 കുട്ടികളെ കിട്ടിയത്. അതിൻ്റെ സന്തോഷത്തിലാണ് അവളും. ചില ആൾക്കാർക്ക് പൂച്ചേനൊന്നും ഇഷ്ടമുണ്ടാവില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ അടുത്ത് കിടന്നാണ് എല്ലാ പൂച്ചകളും ആദ്യമൊക്കെ ഉറങ്ങാറ്. ഇവിടെ 9-10 പൂച്ച വരെ ഉണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തരൊക്കെ വിഷം വെച്ച് കൊന്നും ഒക്കെ പോയതാണ്. ഇപ്പോൾ ഈ ഒരെണ്ണം ഉണ്ട് ഇവിടെ. ഇവൾക്ക് ഭയങ്കര സാമർത്ഥ്യം ഈ കൊച്ചിന്, ഈ ചെറിയ കുട്ടിക്ക്. അമ്മയെ വിടില്ല, എപ്പോഴും പാല് കുടിച്ചുകൊണ്ടിരിക്കണം അവൾക്ക്. മറ്റേ കുട്ടിയിൽ ആൾക്കാർ നമ്മളെയൊക്കെ കാണുമ്പോഴേക്കും പേടിച്ച് ഓടും. പൂച്ചകളെ വളർത്തുന്നതൊക്കെ നല്ലതാണ് വീട്ടിൽ. നമ്മുടെ വീടിൻ്റെ അകത്ത് വല്ല പാറ്റകളോ അല്ലെങ്കിൽ പല്ലി, പാമ്പ് അതൊക്കെ വരാണ്ട് അവർ നോക്കുകയൊക്കെ ചെയ്യും. കണ്ടോ വിടാത്തത് അവൾക്ക് എപ്പോഴും പാല് കുടിച്ചു കൊണ്ടിരിക്കണം. അമ്മ ഇങ്ങനെ ആക്രമിച്ചു കൊണ്ടിരിക്കും ഇങ്ങനെ. കേട്ടോ ഞാന്ന് കിടക്കുകയാണ് അവളുടെ മേൽ. നിങ്ങളുടെ വീട്ടിലൊക്കെ പൂച്ചയുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്താന്ന്. ഇടയ്ക്ക് പൂച്ചമ്മ ദേഷ്യം വരുമ്പോൾ കുട്ടികളെ അടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. നല്ല അടി കിട്ടും അവളേന്ന്. കുറേ ഇങ്ങനെ പാല് കുടിച്ച് ശല്യം ചെയ്യുമ്പോൾ അവൾക്കും ദേഷ്യം വരികയാണേ. അപ്പം നല്ല അടിയും ഒരു ചീറ്റലൊക്കെ ചീറ്റും. അത് കേൾക്കുമ്പോൾ കുട്ടികൾ പേടിച്ച് ഓടും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ പൂച്ചയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.